അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ മരണശേഷം മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അവരുടെ ആദ്യ ഭർത്താവ് സക്രാൻ ഇബ്നു അംർ ആയിരുന്നു. പിതാവ് സംഅ ഇബ്നു ഖൈസ് ഇബ്നു അബ്ദുഷംസ് ആയിരുന്നു. അവർ ഖുറൈശ് ഗോത്രത്തിലെ അബ്ദുഷംസ് വംശത്തിൽപ്പെട്ടവരായിരുന്നു. സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവിൻ്റെ മരണശേഷം സഹായിക്കാനോ സംരക്ഷിക്കാനോ ആരും ഉണ്ടായില്ല. ഏകാകിനിയായി കാലം കഴിക്കുകയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിൽ വീട്ടുകാർക്ക് കഠിന എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാനും വയ്യ. തന്നെ അവർ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കും, വഴങ്ങിയില്ലെങ്കിൽ മർദ്ദിക്കുകയും ചെയ്യും. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ആരാധനയിലും പുണ്യകർമ്മങ്ങളിലും മുഴുകി ആ മഹദി ജീവിക്കുകയാണ്. ഒട്ടും സൗന്ദര്യമില്ലാത്ത സൗദയുടെ വിവാഹം വളരെ വൈകിയാണ് നടന്നത്. യൗവനവും കഴിഞ്ഞു. പിതൃവ്യപുത്രൻ സക്രാൻ ഇബ്നു അംർ ആയിരുന്നു സൗദ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. സംതൃപ്തമായ ദാമ്പത്യമായിരുന്നു അവരുടേത്. ഇസ്ലാമിൻ്റെ ദൗത്യവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രംഗത്തു വന്നു. സക്രാനും സൗദ ബീവിയും നബിയിൽ വിശ്വസിച്ചു. ശത്രുക്കളുടെ മർദ്ദനം മൂലം മക്കയിൽ ജീവിക്കാൻ വയ്യാതായി. വീട്ടുകാർ സൗദയെ വെറുക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. ഭർത്താവിൻ്റെ പിന്തുണയും ഈമാനിൻ്റെ ശക്തിയുമുള്ളപ്പോൾ ആരെ ഭയപ്പെടണം? മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അബിസീനിയയിലേക്ക് യാത്ര പോകാൻ മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകി. ഏതാനും ബന്ധുക്കളോടൊപ്പം സൗദയും ഭർത്താവും എല്ലാം വെടിഞ്ഞ് വിശ്വാസം കൈമുതലാക്കി ഒരു പായക്കപ്പലിൽ രക്ഷപ്പെടുകയാണുണ്ടായത്. അബിസീനിയയിൽ എത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മതപരിവർത്തനം ചെയ്തതിനെ തുടർന്ന് ഇസ്ലാമിന് ശക്തി കൈവന്നിട്ടുണ്ടെന്ന് കേട്ട് പ്രതീക്ഷകളോടെ ആ കുടുംബവും സ്വദേശത്തേക്ക് മടങ്ങി. പക്ഷേ നാട്ടിലെത്തിയപ്പോഴേക്കും ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. ജീവിതം ശരിക്ക് ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ സൗദ റളിയല്ലാഹു അൻഹ വിധവയാവുകയും ചെയ്തു. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഇനി അവർക്ക് പ്രതീക്ഷകളില്ല. നിരാലംബയും സൗന്ദര്യവുമില്ല. പ്രായം 50 കഴിയുകയും ചെയ്തിട്ടുണ്ട്. പുനർവിവാഹം സ്വപ്നം കാണാതെ സൽക്കർമ്മനിരതയായി ജീവിതം നയിക്കവെയാണ് ഉസ്മാൻ ബിൻ മഅ്ഊന്റെ ഭാര്യ ഹൗല ബിൻത് ഹക്കീം ഒരു ദിവസം സൗദ ബീവിയുടെ വീട്ടിൽ കയറി ചെന്ന് ആ വിവരം അറിയിച്ചത്. നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ആരായാൻ അള്ളാഹുവിൻ്റെ റസൂൽ അയച്ചതാണെന്നെ എന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട സൗദ ബീവിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൗന്ദര്യവുമില്ല, യൗവനവും കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിക്ക് തന്നെ വിവാഹം കഴിക്കുക എന്നത്, അതും അതിശ്രേഷ്ഠമാനായ പ്രവാചകരായ ഒരു വ്യക്തി, ഇത്ര വലിയ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്ന് ആരറിഞ്ഞു? സൗദ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവി മരണപ്പെട്ട ശേഷം വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ഖുറൈശികളുടെ എതിർപ്പും പരിഹാസവും മർദ്ദനവും സഹിച്ച് സത്യപ്രബോധനവും നടത്തി ക്ഷീണിതനായി എത്തുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ളത് മൺമറഞ്ഞ ഖദീജ ബീവിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. വീട് നിയന്ത്രിക്കാൻ ആരുമില്ല. വീട്ടിലുള്ളത് പക്വതയില്ലാത്ത പെൺമക്കളായിരുന്നു. ക്ലേശപൂരിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. വീട്ടിനകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കണ്ട് സ്വഹാബികൾക്ക് വിഷമമായിരുന്നു. ഈ വിരഹ ജീവിതത്തിന് ഒരു അറുതി വരുത്താൻ അദ്ദേഹം വിവാഹം കഴിച്ചെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ വിവാഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ ഹൗല ബിൻത് ഹക്കീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് സൗമ്യമായി ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാട് അങ്ങയെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: തീർച്ചയായും അവർ ഭാര്യ മാത്രമല്ല, കുട്ടികളുടെ മാതാവും വീടിൻ്റെ നായികയുമായിരുന്നു. തുടർന്ന് സൗദ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം നബിയെ പറഞ്ഞു കേൾപ്പിച്ചു. തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കു പുറമെ ഇസ്ലാമിനു വേണ്ടി യാതനകൾ സഹിച്ച ആലംബഹീനയായ സൗദ റളിയല്ലാഹു അൻഹയുടെ നന്മയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർത്തത്. ബന്ധപ്പെട്ടവരെ കണ്ട് വിവാഹകാര്യങ്ങൾ സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗലയെ തന്നെ ഏൽപ്പിച്ചു. ഈ വാർത്ത അത്ഭുതത്തോടെയാണ് മക്ക നിവാസികൾ കേട്ടത്. പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൗദ റളിയല്ലാഹു അൻഹയെ ആരെങ്കിലും സ്വീകരിക്കുമോ? ഖുറൈശി നേതാക്കളുടെ സ്വപ്നമായിരുന്ന ഖദീജ ബീവിക്ക് പകരം സൗന്ദര്യമില്ലാത്ത വൃദ്ധയായ സൗദ റളിയല്ലാഹു അൻഹയെ ആണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയായി സ്വീകരിക്കുന്നത്? അവർ പരസ്പരം പറഞ്ഞു. അതേസമയം വിരഹദുഃഖവും വീട്ടുകാരുടെ ഉപദ്രവവും കാരണം കഷ്ടപ്പെടുന്ന ഒരു പുണ്യവതിയെ സംരക്ഷിക്കലാണ് ഈ ബന്ധത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയവർ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാമനസ്കതയെ വാഴ്ത്തുകയും ചെയ്തു. പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രീതിയും അനുകമ്പയും നേടാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഭൗതിക താല്പര്യമല്ല അദ്ദേഹത്തിനെന്ന് എല്ലാവരെയും പോലെ തന്നെ സൗദാ ബീവിക്കും അറിയാം. തന്നെ സംരക്ഷിക്കുകയും ആദരിക്കുകയുമാണ് ഈ വിവാഹത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന ബോധത്തോടെ തന്നെ അവർ പെരുമാറുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിച്ചും അദ്ദേഹത്തിൻ്റെ പുത്രിമാരെ സംരക്ഷിച്ചും വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചും സൗദാ റളിയല്ലാഹു അൻഹ തിരുമേനിയോടൊപ്പം ജീവിച്ചു. ഭർത്താവിൻ്റെ മനോവ്യത അകറ്റാൻ അവർ ആവുന്നതെല്ലാം ചെയ്തു. തടിയുള്ള സൗദാ റളിയല്ലാഹു അൻഹ ഫൈദം പറഞ്ഞ് നബിയെ രസിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ സൗദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ അങ്ങയുടെ പിന്നിൽ നിസ്കരിക്കുകയായിരുന്നു. ചോര ഇറ്റി വീഴുമെന്ന് കരുതി ഞാൻ അങ്ങയുടെ മൂക്ക് പൊത്തിപ്പിടിച്ചു. അത്രയും സമയം അങ്ങ് റുക്കൂഅ ദീർഘിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. 5 കൊല്ലം കഴിഞ്ഞാണ് ഹിജ്റ 1-ാം വർഷം ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത്. അപ്പോഴേക്കും സൗദാ റളിയല്ലാഹു അൻഹ വാർദ്ധക്യത്തിൻ്റെ പിടിയിൽ പൂർണ്ണമായും അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നതിൽ സൗദാ റളിയല്ലാഹു അൻഹ അതീവ താൽപ്പര്യം കാണിച്ചു. അനാഥരുടെയും ഇസ്ലാമിൽ സുരക്ഷിതരല്ലാത്തവരുടെയും ഉത്തരവാദിത്വം ഏൽക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേറെയും വിവാഹം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപോലെ പരിഗണിച്ചു. തൻ്റെ പ്രായത്തെക്കുറിച്ചും ന്യൂനതയെക്കുറിച്ചും ബോധമുള്ള മഹദി സൗദാ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വഴിമാറിക്കൊടുത്തു. സ്ത്രീകളുടെ ആഗ്രഹമൊന്നും തനിക്കില്ല എന്നും തൻ്റെ ഊഴം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിട്ടുകൊടുക്കുമെന്നും അവർ തിരുമേനിയെ അറിയിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി എന്ന സ്ഥാനം നിലനിർത്തി മരിച്ചാൽ മതിയെന്ന് മാത്രമേ തനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് അവർ നബിയെ അറിയിച്ചു. അവർ വലിയ ധർമ്മിഷ്ഠയായിരുന്നു. ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഹിതമായി നൽകിയ ഈത്തപ്പഴവും ഗോതമ്പും സ്വന്തമായി അനുഭവിക്കാതെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് അവർ ചെയ്തത്. മരിക്കുമ്പോൾ അവരുടേതായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണാന്ത്യത്തിൽ മരിച്ച സൗദാ റളിയല്ലാഹു അൻഹയെ ബഖീഇലാണ് ഖബറടക്കം ചെയ്തത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.